ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നത്തെയാണ് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. മാതൃഭൂമിയുടെ ബുക്ക് മെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കഴിഞ്ഞ മന്തായിരുന്നു. അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കുന്ന ആ ഒരു വെള്ള ചുരിദാറാണ് ഞാൻ ഇട്ടിട്ട് പോയത് കേട്ടോ. തൃശ്ശൂർ മാതൃഭൂമിയിലായിരുന്നു. നമ്മളുടെ ജയരാജ് വാര്യരുടെ സാറിൻ്റെ മകളായിട്ടുള്ള ഇന്ദുലേഖ മാം, അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്ക് സ്റ്റോക്സ് ബൈ സുജിത് കൊടക്കാട് ആ സാറ്, പിന്നെ അങ്ങനെ പൃഥ്വിരാജ്, ആതിര വിലാസിനി, പിന്നെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും കൃഷ് ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയായിരിക്കും കൃഷ്ണേന്ദു. അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു കൂട്ടത്തിൽ. നമുക്കും കൂടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ, ഓഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇട്ട് വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ മെയിൻ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ അതായത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് ഇതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്നുണ്ടോ, അങ്ങനെയായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ മാതൃഭൂമിയിലായിരുന്നു. അറിയാലോ, തൃശ്ശൂർ മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റാളൊക്കെ നല്ല അടിപൊളിയാണ്. പോയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലുമൊക്കെ പോവേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ബിനോയ് ബിനോയ് പുലാക്കോട് എന്നാണ് പേര്. ബുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആളുടെ ഒരു കവിത, നമ്മൾ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, എനിക്ക് ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ബുക്ക് എഡിക്റ്റ് എന്നാണ് കേട്ടോ ബുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. പുസ്തകങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ദ ബുക്ക് എഡിക്റ്റ് എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ലിങ്കിൽ എന്തായാലും ആ ഒരു ബുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ കൂടെ ലിങ്ക് കൊടുക്കാം. പുസ്തകങ്ങളെപ്പറ്റി അറിയാനും കേൾക്കാനൊക്കെ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇത് അനന്തകൃഷ്ണൻ എന്നാണ് കേട്ടോ ഇപ്പോൾ സംസാരിക്കുന്ന ആൾ, കണ്ടില്ലേ. അപ്പം അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിന്നിരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് അന്നിങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ. പക്ഷേ പുസ്തകങ്ങളുടെ ഒരു മാജിക്ക് കൊണ്ട് മാത്രം തിരിച്ച് കയറിയിട്ടുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് 17 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കേൾക്കാനും നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പറ്റിയൊരു അവസരമായിരുന്നു. എനിക്ക് ഈ വീഡിയോസൊന്നും സത്യം പറഞ്ഞാൽ കളയാൻ തോന്നണില്ല. അത്രയ്ക്ക് എനിക്ക് പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് ആണല്ലോ. പക്ഷേ സ്റ്റോറേജ് അനുവദിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീഡിയോസ് എക്കാലത്തിൻ്റെ മെമ്മറി ആയിട്ട് സൂക്ഷിക്കണം. അതിന് വേണ്ടിയാണ് കേട്ടോ ഞാനിത് ഇപ്പം അപ്ലോഡ് ചെയ്യണത്. ലേറ്റായെന്നറിയാം. ഷോർട്സൊക്കെ അപ്പോഴേ നമ്മൾ ഇൻസ്റ്റയിൽ ഇടും, പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൽ അറിയാമല്ലോ, കുറച്ച് ചടങ്ങാണ് ഈ പറഞ്ഞ പോലെ. അപ്പോൾ പുസ്തക വായന സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ നമ്മളോരോ ബുക്ക് ഇൻസ്റ്റാഗ്രാംസ് മെയിനായിട്ട് കൊണ്ട് നടക്കുന്നത് തന്നെ. ഒരുപാട് പേർക്ക് അതായത് പുസ്തക വായനയിലോട്ട് വരുന്നത് വഴി മൈൻഡ് ഭയങ്കര റിലാക്സ് ആയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഭയങ്കര കൂളായിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബുക്ക് സജഷൻസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം, ഇതാണ് എൻ്റെ ബുക്ക് ഇൻസ്റ്റാഗ്രാം, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അഭിരുചിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബുക്കുകൾ ഏതാ വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും തീർച്ചയായിട്ടും. അതിൽ നമുക്കെല്ലാ ഡിസ്ക്രിപ്ഷനും എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾക്ക് വേറൊരു മാജിക്കൽ പവർ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ വായിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കണം തീർച്ചയായിട്ടും കേട്ടോ. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പോവാണ്. കുറേ അധികം നമുക്ക് മറക്കാൻ സാധിക്കാത്ത അത്ര എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ചെയ്ത റീൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എല്ലാവരായിട്ടും. ഒരാളുടെ എല്ലാവരായിട്ടും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം മാതൃഭൂമിയാണ് കാര്യം. അതിനുശേഷം DC ബുക്സിൻ്റെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്. അതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്തായാലും. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലെല്ലാം ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും. എന്നാലാണ് നമുക്ക് ഇത്തരത്തിൽ വീഡിയോസൊക്കെ ചെയ്യാനൊരു നേരത്തെ പറഞ്ഞ പോലൊരു മോട്ടിവേഷനൊക്കെ കിട്ടുള്ളൂ.